ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അല്ല, ഇപ്പൊ എന്താ സാർമാരെ പ്രശ്നം? അത് പറ. നീ ഓരോ ദിവസം കഴിയുന്തോറും ഇവിടെ നിന്റെ അധീനതയിലാക്കി കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തുന്നതായി ഞങ്ങളിൽ പലർക്കും തോന്നുന്നുണ്ട്. തൽക്കാലം എനിക്ക് തോന്നിയിട്ടില്ല, തോന്നുകയേ ഇല്ല. കാരണം നീ എത്രയൊക്കെ വളർന്നാലും ഇത്രയൊക്കെ ആവുമെന്ന് ചിന്തിക്കാനുള്ള ഒരു മാനസിക ബോധം എനിക്കുണ്ട്. സമ്മതിക്കില്ല അല്ലേ? ഐശ്വര്യമായിട്ട് ഒരു പണി തുടങ്ങാൻ സമ്മതിക്കില്ല. എന്താ ചെയ്യാ? അതെ തങ്കച്ച, ഞാൻ വന്നിരിക്കുന്ന ജോലി ചെയ്യാനാ. അത് ഞാൻ ചെയ്യും. അതിപ്പോ സുബേർക്ക് അല്ലാതെ മറ്റാര് തടഞ്ഞാലും ഞാൻ ചെയ്യും. അതെന്റെ മനസ്സിന്റെ ഒരു ഉറപ്പാ. പിന്നെ എനിക്ക് ചെറുപ്പം തൊട്ടൊരു ശീലമുണ്ട്. അത് എടുക്കരുതെന്ന് ആരെങ്കിലും കർശനമായിട്ട് പറഞ്ഞാൽ ഞാൻ എടുക്കും. അതിപ്പോ ദേവേന്ദ്രൻ അച്ഛൻ മുത്തുപ്പട്ടിര് വന്ന് പറഞ്ഞാലും ഞാൻ എടുക്കും. എന്താ ചെയ്യാ? അതിപ്പോ എന്റെ രക്തത്തിൽ അലിഞ്ഞേറിഞ്ഞിട്ടുള്ളതാ. പച്ച മലയാളത്തിൽ പറഞ്ഞ തന്ത ഗുണമെന്ന് പറയും. അതെനിക്ക് വേണ്ടുവോളുള്ളതുകൊണ്ട് പറയാ. ഉപദ്രവിക്കരുത്. ജീവിച്ചു പൊക്കോട്ടെ. ഒരുപാട് കുഞ്ഞുകുട്ടി പരാധീനകൾ ഉള്ളതാ. അച്ഛനും അമ്മേനും ഇവിടെ കൊണ്ട് താമസിപ്പിച്ചതും അതുകൊണ്ടൊക്കെ തന്നെയാ. അതുകൊണ്ട് കഴിയുമെങ്കിൽ എന്റെ തങ്കച്ചേട്ടൻ ഒരു കാര്യം അങ്ങോട്ട് ചെയ്യാം. ഈ ജോലി എടുക്കാൻ പോകുമ്പോഴെങ്കിലേ ഇങ്ങനെ വഴി മുടക്കി നിക്കല്ലേ. വർക്കത്ത് കേടാന്നേ. അതുകൊണ്ടാ. നീ ഇപ്പൊ പണിയെടുത്തോ? പക്ഷേ ആ പിടിക്കുന്ന വളയം ഇതിനു മുമ്പ് പിടിച്ചിരുന്ന ഒരുത്തൻ ഇവിടെ ഉണ്ട്. അവനവന്റെ കൊച്ചന്റെ ആവശ്യത്തിന് ബാംഗ്ലൂർക്ക് പോയ ഒഴിവില നീ ഇവിടെ കിടന്ന് നെകളിക്കുന്നത്. അവൻ ഏത് നിമിഷവും വരും. വന്നാൽ ഈ സ്ഥാനം അവനായിട്ട് ഒഴിഞ്ഞു കൊടുക്കേണ്ടിയും വരും. എന്റെ പൊന്ന് തങ്കൻ ചേട്ടാ, അവൻ വരുമ്പോഴല്ലേ? അവൻ വരട്ടെ. ഈ മഞ്ഞുമഴ പെയ്യുന്ന പറഞ്ഞിട്ട് നമ്മൾ ഇപ്പോഴേ തയ്യാറേണ്ട കാര്യമുണ്ടോ? പെയ്യട്ടെ, പെയ്ത് കാണിക്കട്ടെ, എന്നിട്ട് അവൻ അതുപോലുള്ള പ്രതിരോധം. അപ്പൊ നീ ഒരു നടക്ക് പോകുന്ന ലക്ഷണമൊന്നുമില്ല. ഒരു നടക്കല്ല, ഇതുപോലെ 10 നട വന്നാലും ഒത്ത നടുക്കിൽ നിൽക്കും കേട്ടാ. എവരോടൊന്നും വായ്ത്താളം പറഞ്ഞിട്ട് കാര്യമില്ല. മൂക്കിടിച്ച് പരത്തണം. എവിടേക്കാ? അവിടെ നിക്ക്. മൊയൽ കുട്ടിക്കുള്ള തീറ്റുമായിട്ട് പുലിക്കുട്ടിയുടെ അടുത്തേക്ക് വരല്ലേ. വന്ന പുലിക്കുട്ടി പുലിക്കുട്ടിയുടെ കുണം കാണിക്കും. തങ്കച്ച, ഞാൻ പറഞ്ഞു, നീ എന്റെ തണ്ടിയല്ല. നിന്റെ ഈ തന്റെ എന്റെ അടുത്ത് ചെലവാകൂല കേട്ടാ. ഈ അടവും തടവും ഞാൻ പഠിച്ചിറങ്ങിയതേ സ്കൂൾ കാലഘട്ടത്തിൽ നിന്നല്ല, കുരുത്തോല പള്ളിക്കൂടത്തിൽ നിന്നാ കേട്ടാ. ഹരിശ്രീ എഴുതാൻ പഠിപ്പിക്കുന്ന എഴുത്തോല പള്ളിക്കൂടത്തിൽ നിന്ന്. എങ്ങനെ നോക്കിയാലും അടിതടവിന്റെ കാര്യത്തിൽ സീനിയർ ഞാൻ തന്നെയാടാ തങ്കൻ ചേട്ടാ. അത് ഈ കൂടെ നടക്കുന്നവന്മാരോട് പറഞ്ഞു കൊടുത്തേക്ക് കേട്ടോ. ഇവർക്ക് അറിവില്ലാനിട്ടല്ലേ? ക്ഷമിച്ചുകളാ. അച്ഛനെ വന്ന് വണ്ടി കയറി, നമുക്ക് ഓട്ടം പോവുള്ളതാ. ഇനി നീ എന്റെ വഴിക്ക് വന്ന തങ്ക, നീ അറിയും ഞാൻ ആരാന്ന്.